ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റൂമിൻ്റെ വാതിൽ കട്ടിലും ആ സൈഡിലുള്ള റാക്കും പൊളിക്കണ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയല്ലേ. അപ്പോൾ ഹലോ ഗായ്സ്, അങ്ങനെ നമ്മളെ റൂമിൻ്റെ കട്ടിൽപ്പൊടി പൊളിക്കൽ തുടങ്ങിയിട്ടാ. ഇങ്ങനെ ആദ്യം ഗ്രൈൻഡർ വെച്ചുകൊണ്ട് വരട്ടെടുത്തതിൻ്റെ ശേഷം അത് പിന്നെ ഉള്ളിൽ നിന്ന് ചിപ്പ് ചെയ്തെടുക്കുക. പിന്നെ ഇങ്ങനത്തെ പൊളിച്ചു പണികൾ വീട്ടിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് പൊടിയായിരിക്കും കേട്ടോ, അത് മുൻകൂട്ടി കാണണം. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് പണി പാളിയിട്ടാ, കാരണം റൂമിലെ ഡ്രസ്സുകളൊന്നും മാറ്റിയിട്ടില്ലായിരുന്നു. പെട്ടെന്നുള്ളതാണ്, ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ പൊടി. അപ്പോൾ ഒരു തുണി കൊണ്ടുവന്നിട്ട് എല്ലാം അവിടെ നിന്ന് മറച്ചിട്ടാണ് ബാക്കി പരിപാടി തുടങ്ങിയിട്ടാ. അപ്പോൾ എല്ലാം കട്ടർ വെച്ച് കഴിഞ്ഞതിന് ശേഷം വാതിലെടുക്കാൻ പാകത്തിൽ വെച്ചങ്ങാണ്ട് ബാക്കി പണി പിന്നെ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് നീച്ച് പണി തുടങ്ങിയിട്ടാണ്. ഈ പലക വെച്ചങ്ങാണ്ട് ആമർ വെച്ച് അടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കട്ടിൽപ്പടിക്ക് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്മൂത്തായിട്ട് പോരും. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും സാധനം കിട്ടുന്നില്ല. പിന്നെയാണ് എനിക്ക് തോന്നിയത് 2 ക്ലാമ്പ് അങ്ങേ തലയിലും ഇങ്ങേ തലയിലും കയറി ഉടക്കി കിടക്കുകയാണ്. പിന്നെ അത് ആണിമെന്ന് വേറെ ഇടിപ്പിച്ചതിൻ്റെ ശേഷം ബാക്കി പണി തുടങ്ങിയിട്ടാണ്. അങ്ങനെ വാതിൽ കട്ടിൽ ഇളക്കി നോക്കിയിട്ടും സംഗതി കിട്ടണില്ല കേട്ടാ. ഇതെന്ത് പുല്ലാണ് കിട്ടാത്തതെന്ന് വെച്ച് നോക്കുമ്പോൾ കിടക്കുന്നത് താഴെയും ഓരോന്നും. അപ്പോൾ മനസ്സിലായി, ഒരു സൈഡിൽ ഈ 2 എണ്ണം വെച്ചുകാണ്ട് ആ വാതിൽ കട്ടിലേക്ക് 4 ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവസാനത്തെ ക്ലാമ്പും തല്ലി പൊളിച്ചിട്ട് കട്ടിലപ്പൊടി സിമ്പിളായിട്ട് കിട്ടിയിട്ടാണ്. അങ്ങനെ സിമ്പിളായിട്ട് കട്ടിലപ്പൊടി മാറ്റി വെച്ച്. അങ്ങനെ ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മളെ റൂമിൻ്റെ സൈഡിലുള്ള റാക്ക് പൊളിക്കുക കേട്ടോ. നമ്മളെ റൂമിലേക്കുള്ള വാതിലിനുള്ള സ്ഥലം അവിടെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ വാതിലിൻ്റെ അളവ് എടുത്ത് വരച്ചതിന് ശേഷം അത് ഗ്രൈൻഡർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മാത്രമേ അത് ആമർ ഉപയോഗിച്ച് തല്ലി പൊളിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ചുമരുമയ്ക്ക് ക്രാക്ക് വരില്ല. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പൊടി എത്രത്തോളം ഉണ്ടാവുമെന്ന്. കട്ട് ചെയ്തതിന് ശേഷം ആ പൊടി ഒന്ന് മാറാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ്. ഫാനൊക്കെ വെച്ചിട്ടാണ് അത് ഒഴിവാക്കിയത് പുറത്തേക്ക്. പിന്നെ റാക്ക് മെല്ലെ മെല്ലെ തല്ലി പൊളിക്കാൻ തുടങ്ങി. അങ്ങനെ റാക്കിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് കമ്പികൾ കിട്ടിയിട്ടാണ്. അത് നമുക്ക് ബാക്കി പരിപാടികൾക്ക് ഉപകാരപ്പെടും. അങ്ങനെ അത് കേടുവരുത്താതെ ഊരിയെടുത്ത് മാറ്റി വെച്ച്.
നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഇത് അത്ര സിമ്പിളൊന്നും അല്ല കേട്ടാ. ഇത് പഴയ ബോർഡാണ്, ഓട് പതിപ്പിച്ചിട്ടുള്ള ബോർഡാണ്. തല്ലി പൊളിക്കാൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ നമ്മളെ ഡോറ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള സൺസൈഡ് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ആ കമ്പി കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണേ, പുതിയതുപോലെ ഇരിക്കണേ, ഒരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊടിയാണ്. അതുകൊണ്ട് വീട്ടിലെ കട്ടിങ് പരിപാടി മൊത്തം ഞാൻ കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി പരിപാടിക്ക് നിന്നത്. എവിടെയൊക്കെ കട്ടിങ് പരിപാടി ഉണ്ട് അത് മൊത്തം 1-2 ദിവസത്തിനുള്ളിൽ ഞാനത് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് പിന്നെ പടവ്, തേപ്പ് അങ്ങനെയുള്ള പരിപാടിക്ക് നിന്നത്.
നിങ്ങൾ ആ ബോർഡിൽ മാർക്ക് ചെയ്തത് കണ്ട അതുവരെയാണ് വാതിലിനുള്ള സ്പേസ്. അതിൽ നിന്ന് ഒരു കല്ലിന് സ്പേസ് ഇട്ടിട്ടാണ് ബോർഡ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ബോർഡ് കംപ്ലീറ്റ് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് അവിടെ ഒരു വരി പടവ് വരും കേട്ടോ. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വരും, ഈ വാതിൽപ്പടി വയ്ക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഇങ്ങനത്തെ പണി ചെയ്യുമ്പോൾ എന്തായാലും കയ്യിൽ ഗ്ലൗസ് വേണം കേട്ടോ. ഞാനതില്ലാത്തത് കൊണ്ടാണ് കയ്യിൽ തോർത്തുമുണ്ട് ചുറ്റിയിട്ടാണ് ആമർ ഉപയോഗിച്ച് അടിക്കുന്നത്. പിന്നീടുള്ള പണികളിൽ ഞാൻ പിന്നെ ഗ്ലൗസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കണേ. ഒരു ഡോർ വരാൻ പോകും. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകളുമായി ഞാൻ ഇനിയും വരാം. അപ്പോൾ ബൈ. തേപ്പിൻ്റെ ഉള്ളിലും ചെതല് പിടിച്ചു വീണു. ഡോർ കേപ്പായി തുടങ്ങി. ഞാൻ മൊത്തം തട്ടിയിട്ട് കാണാം കേട്ടോ.